പരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അടുത്ത വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകി വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആര് ദുർനടപ്പുകാരനോ. അവിടെ കണ്ട് നിർത്തുകയാണ്. അല്ലെ, കയ്പുള്ള വേരും മുളച്ച് അല്ലെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ട് എല്ലാ മേഖലയിലും കലക്കം ഉണ്ടാക്കുന്ന സകല ജനത്തോടും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ശക്തമായ ദൂത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ഹല്ലേലൂയ. ഈ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ആ വചനം എന്ന് പറയുന്നത്. ഈ വാക്ക് പറയുന്ന ആവർത്തന പുസ്തകം 29:17 എബ്രായർക്ക് സുപരിചിതമായ ഒരു മുന്നറിയിപ്പായിരുന്നു ഇത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പാപം പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന ആ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ദൂത് ആമേ മോശ കൈമാറിയാണ് നല്ല കയ്പുള്ള വേരും മുളച്ച് ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിത, ഈ കാലഘട്ടത്തിലും അപ്പോസ്തലൻ അയക്കുന്ന പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, പാപം പകർച്ചവ്യാധി പോലെ മഹാവ്യാധി പോലെ സകല കുടുംബങ്ങളിലും വ്യക്തികളിലും ജീവിതങ്ങളിലേക്കും എല്ലാ മേഖലയിലേക്കും വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാപമാകുന്ന പകർച്ചവ്യാധി നിന്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയാതെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണമെന്ന്. ഹല്ലേലൂയ. എന്താണ് ഈ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും പരസ്പരം, അമ്മായിയമ്മയും മരുമോളും തമ്മിൽ, അപ്പനും അല്ലെങ്കിൽ അമ്മയും മക്കളും അപ്പനും അമ്മയും, ഹല്ലേലൂയ, സഭയും വിശ്വാസികളും ഭരണാധികാരിമാരും ജനങ്ങളും, ഹല്ലേലൂയ, എല്ലാവരും എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മതവും മത നേതാക്കന്മാരും അവൻ ജനങ്ങളും എല്ലാവരും പരസ്പരം സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ഒരു കുഞ്ഞിനും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് തത്തിക്കളിച്ചും ചാടിക്കളിച്ചും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വെള്ളയുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് രക്തച്ചൊരിച്ചിലൊക്കെ നടത്തിയിട്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചിട്ട് പാപത്തെ മടിയിലിട്ട് താരാട്ട് പാടി ഉറക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും ഇവിടുത്തെ മത നേതാക്കന്മാരും ഇവിടുത്തെ ജനത്തിന് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഭാര്യ ഭർത്താവ് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം, അപ്പനും അമ്മയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും കഴിഞ്ഞേക്കാം, അമ്മായിമ്മയ്ക്ക് കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ സ്തോത്രം അങ്ങനെ വിവിധ മേഖലയിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മത നേതാക്കന്മാർക്ക് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെയൊക്കെ ഹൃദയത്തിൽ മുള്ളും പറക്കാരിയും അല്ലെങ്കിൽ പറന്ന് കയറി നിൽക്കുന്നവർ പറന്ന് പന്തലിച്ചത് കൊണ്ട് അവരിപ്പോഴും കുത്തുവെച്ച വാക്കുകളും കുത്തുന്ന വർത്തമാനങ്ങളും കുത്തുന്ന രീതികളും നിങ്ങൾ എല്ലാവരോടും സംസാരിച്ചിട്ട് ഞാനത് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ഓരോ രാഷ്ട്രീയക്കാരൊക്കെ വന്നെങ്കിൽ ഓരോ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവരൊക്കെ പറയുന്ന വാക്കുകൾ, ഹല്ലേലൂയ, പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ അവരൊക്കെ എന്തൊക്കെ അങ്ങ് വിറ്റ് പുള്ളികളാണെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ എത്ര പുള്ളിയാണെന്ന് പറഞ്ഞാലും, നീ ഏത് ഉന്നതമായ കൊമ്പത്തിരുന്നാലും, നിനക്ക് എത്ര കൊമ്പുണ്ടെന്ന് പറഞ്ഞാലും, ലോകത്തിന്റെ 7 വാൻകരകളിൽ നിനക്ക് വലിയ സൗധങ്ങളും വലിയ വലിയ കാറുകളും ഭൂമിയിൽ ഇറക്കിയ ആദ്യത്തെ വാഹനം തൊട്ട് നിന്റെ വീടിനകത്ത് ആഡംബര മുതലുകളെല്ലാം നീ സൂക്ഷിച്ചു വെച്ച് അതൊരു പ്രദർശനശാലയാക്കി മാറ്റിയാലും, ലോകം നിന്നെ പല്ലക്കേറ്റിക്കൊണ്ട് നടന്നാലും, നീ ഇരിക്കുന്ന രാജകീയ കസേരയിലായിരുന്നാലും, ലോകത്തിന്റെ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവനാണെങ്കിലും, മത നേതാവാണെങ്കിലും, മതത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയായാലും, നീ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. അത് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും ഓൾട്ടേജ് ഹോമിലും ജുബയിൽ പോയി തടവറയിൽ കിടക്കുന്ന ജനങ്ങളും എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് ഞാൻ കുട്ടാരത്തിൽ വരെ താമസിക്കുന്നതിന് എന്ത് ചെയ്യണം? പരസ്പര സമാധാനം ആചരിക്കണം.
പരസ്പര സമാധാനമുള്ള കുടുംബങ്ങൾക്കകത്ത് മാത്രമേ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തൂ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നരകമാണ്, സാത്താനാണ് ആ കുടുംബത്തിലെ അധിപൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് എബ്രായ വിശ്വാസികൾ പറഞ്ഞ് നീ എല്ലാവരോടും സമാധാനം ആചരിക്കണം. എബ്രായ വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്ന കലക്കവും പിണക്കവും വീഴ്ചയും ഒക്കെ മാറിയിട്ട് അവർ പറയുകയാണ്, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഴയ അനുഭവത്തിലേക്ക്, പഴയ സ്വഭാവത്തിലേക്ക്, നിങ്ങൾ പഴയതിലേക്ക് മടങ്ങി പോകാതെ നിങ്ങൾ മടങ്ങി വരണം. എല്ലാവരോടും സമാധാനം ആചരിക്കണം. ആരും ദൈവകൃപ വിട്ടുകളയരുത്. ഹല്ലേലൂയ. ദൈവകൃപ വിട്ടുപോയാൽ നമ്മുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകൃപ വിട്ട് പിന്മാറി വല്ല കൈപ്പുള്ള വേരും മുളച്ച്, ഹല്ലേലൂയ, ഒരു പയറുമണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധാന്യത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് ഭൂമിയിൽ മണ്ണിൽ വിതച്ച് കഴിയുമ്പോൾ പിറ്റേന്നാൾ എന്ത് ചെയ്യണം? ആ വിത്ത് നനഞ്ഞു കഴിയുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന ആ ജീവൻ, ആ മുള പൊട്ടി പുറത്തു വരും. ഹല്ലേലൂയ. അങ്ങനെ വേര് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നവരും അത് വ്യാപിക്കുന്ന കേട്ടോ. നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ അങ്ങനെ കൈപ്പുള്ള വിത്ത് ഉണ്ടാകരുത്. കൈപ്പുള്ള വിത്ത് നമ്മുടെ ഉള്ളിൽ വളർന്ന് അത് കലക്കമുണ്ടാക്കരുത്. നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നിനക്ക് അവകാശം വേണമെങ്കിൽ, ദൈവരാജ്യത്തിൽ നീ ചേരണമെങ്കിൽ, നിത്യതയിൽ നിന്റെ ജീവിതം സന്തോഷിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. സഹോദര സഹോദരി, നീ മാനസാന്തരപ്പെടണം. രാവുകളില്ലാതെ അയൽവീടുകൾ തോറും നടന്ന് കുറ്റം പറഞ്ഞ് അമ്മേ കുറ്റവും ചൂടൊക്കെ പറഞ്ഞെടുക്കുന്ന സഹോദരി, രാവിലെ വീട്ടിൽ നിന്ന് കിടക്കുന്നതിലും ബാറിലും കല്ലുഷാപ്പിന് മുമ്പിൽ പോയി വായി നോക്കിയെന്ന് കള്ളടിക്കുന്ന സഹോദരന്മാർ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റൻ അമ്മയുടെ പറഞ്ഞാൽ പുറത്തു പോയി കള്ളടിച്ചിട്ട് വീട്ടിൽ വന്ന ഭാര്യയുടെ പുറത്ത് ഇടി കൊടുക്കുന്ന സഹോദരന്മാർ നിങ്ങളിങ്ങോട്ടല്ലെങ്കിൽ ഇവിടെ കാണിച്ചത് എന്റെ അയൽവാക്കത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെയൊക്കെ എല്ലാവരും സുവിശേഷം പറയും, പക്ഷെ മാനസാന്തരം ഉള്ളിൽ കയറത്തില്ല. കാരണം ഉള്ളിൽ കിടക്കുന്ന വിഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വല്ല കയ്പുള്ള വേരും മുളച്ച് നീ നിന്റെ കുടുംബത്തെ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. സൗരം മദ്യം കുടിച്ചിട്ട് ലഹരി അടിച്ചിട്ട് മദ്യത്തിന് നീ ഉടമയായി പാപ സ്വഭാവത്തിന് പാപമാകുന്ന ആ വലിയ ബാധ, ആ വലിയ കലാപം നിന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് നിന്റെ വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത് നീ സമാധാനം നഷ്ടപ്പെടുത്തി കളയരുതെന്ന്. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകണം. ഹല്ലേലൂയ. വീട്ടിനകത്ത് ഭാര്യയെ ഒരു വേലക്കാരിയായിട്ട് കാണരുത്. ഹല്ലേലൂയ. വീട്ടിനകത്ത് ഭാര്യ ഒരു വേലക്കാരിയായിട്ട് കാണരുത്. ഹല്ലേലൂയ. വീട്ടിനകത്തെ അടിച്ചുമാരി തൂത്തുമാരി പണികളിൽ ചെയ്യുന്ന ഒരു ഇച്ഛനായ ഭാര്യ, നിന്റെ ഭാര്യ നിന്റെ ജീവിതത്തെ പങ്കാളിയ. അതുപോലെ സൗകര്യം നിന്റെ ഭർത്താവിനെ ഒരു കൂലിക്കാരൻ, ഒരു കൃഷിക്കാരൻ, ഒരു വേലക്കാരനായിട്ട് കാണരുത് കേട്ടോ. സ്വന്തം ഭർത്താവായിട്ട് ചേർത്ത് പോകണം. ഹല്ലേലൂയ. ഇതൊക്കെ പലയിടത്തും കാണുന്ന സംഭവങ്ങൾ, എന്തും പരാതികളാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പരാതി കേൾക്കുന്നതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ പൊതുവിലൊക്കെ പറയും, പക്ഷെ ആരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല സഹോദര. ഹല്ലേലൂയ. നീ എല്ലാവരോടും എന്ന് സമാധാനം ആചരിച്ച് നീ ശുദ്ധീകരണം പ്രാപിക്കുന്നു, അന്ന് മാത്രമേ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം നിറയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ നിന്നെ നടത്തിയ ദൈവം വർഷാന്ത്യത്തിൽ എല്ലാവരും തീരുമാനമെടുക്കും, പക്ഷെ പിറ്റേ ദിവസം പൊളിച്ചു കളയും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ, ആ ദൈവകൃപ വിലയേറിയതാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് ദാനമായി തന്നതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെ നീ നിലത്തിട്ട് ചവിട്ടി തൊഴിച്ച് കളയരുത്. ഹല്ലേലൂയ. പന്നികളുടെ മുമ്പിൽ മുത്തുകൾ ഇട്ട് കൊടുക്കുവാനും അതെന്തെയും കുത്തിമറിച്ച് കളയും. ഹല്ലേലൂയ. വലിയ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിനക്ക് തന്നിരിക്കുന്ന ദൈവകൃപ വിട്ട് കളയരുത്. നിന്റെ മേലുള്ള ദൈവകൃപ, ദൈവിക അഭിഷേകം എന്നൊക്കെ പറയുന്നത് സർവശക്തനായി ദൈവം നിന്നോട് കരുണ തോന്നിയിട്ട് നിനക്ക് ദാനമായിട്ട് തന്നതാണ്. ദൈവകൃപ എന്ന് പറയും ദാനം കിട്ടിയതാണ്. അത് വില കൊടുത്ത് വാങ്ങിയതല്ല. കൃപയെന്ന് പറയുന്ന സാധനം, കൃപയെന്ന് പറയുന്ന അനുഭവത്തെ ഉലകത്തിൽ ഒരു കടയിലും ഒരു വ്യാപാരിക്കും ഒരു സയന്റിസ്റ്റുകൾക്കും എഞ്ചിനീയർമാർക്കും ഇന്നത്തെ കണ്ടുപിടുത്തക്കാർക്കൊന്നും കൃപ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരാൾക്ക് പകരാൻ കഴിഞ്ഞിട്ടില്ല. കൃപയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവകൃപ വിട്ട് കളയാതെ എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് എന്തെങ്കിലും സമാധാനം ഉണ്ടോ ശ്രോതാവേ, സഹോദര സഹോദരി? നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര്? നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ.
നോക്കിക്കേ, രാവിലെ പണിയെടുക്കാൻ പോയിട്ട് പണിയെടുത്തിട്ട് വൈകിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഓരോ സഹോദരന്മാര് വലിയ കുപ്പികൾ വാങ്ങി ഈ അരയുടെ സൈഡിൽ താത്ത് വെച്ചിട്ട് ഈ ഗർഭിണികളുടെ വയറ് പോലെ ഇങ്ങോട്ട് ഓരോരുത്തന്മാര് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കാൻ ഇങ്ങനെ കുപ്പി തള്ളി നിൽക്കുക മുമ്പിൽ. ഇതൊക്കെ നാണമില്ല. ഞാനിങ്ങനെ ചോദിക്കുക, പണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലേരിയ പണ്ടൊക്കെ ഞാനിങ്ങനെ ഈ കള്ളു കുടിച്ച് നടക്കുന്ന സമയമുണ്ട്. അപ്പനെ അമ്മയെ അനുസരിക്കാതെ അന്വേഷിക്കാതെ നാട്ടുകാരെ വീട്ടുകാരെ അധികാരിയെ പേടിയില്ലാതെ കിട്ടുന്ന പൈസകളൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ കള്ളും കൂട്ടിയൊക്കെ അരങ്ങി ചുറ്റും കൊണ്ടുവന്ന ഒരു കാലഘട്ടമുണ്ട്. അത് മ്ലേച്ഛതയാണ്. അതിന്റെ ആ കുറവ് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേരിയ അന്ന് ഞാൻ ചെയ്തത് നീചവും ക്രൂരമായ വെറും ജടികമായ പ്രാകൃതമായതാണ്. അതെന്നെ ഇങ്ങോട്ട് ജയിപ്പിച്ച സാത്താനാണ്. അല്ലേരിയ ദൈവകൃപ വിട്ട് കലക്കമുണ്ടാക്കി നടന്ന എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ഇന്ന് ഓരോരുത്തരത് കണ്ട് കാണിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം. വീട്ടിൽ അരി മേടിച്ചു കൊടുക്കത്തില്ല, വലിയ കുപ്പി മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ കുടിക്കുക. തെളിവ് തരാം കേട്ടോ, ഇപ്പോഴും തെളിവ് തരാം. അല്ലേരിയ സ്തോത്രം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകുമോ? ഒരിക്കലും സമാധാനം. അമ്മായിയമ്മയും മരുമോളും സ്വരേച്ഛയോടുകൂടി സ്വസ്ഥമായിട്ട് ജീവിക്കാത്ത കുടുംബത്തിനകത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ കലഹം ഉണ്ടാക്കിയ സമാധാനം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ പണ്ട് തടവിഴിയാണെങ്കിൽ മക്കൾ ഇലവഴി എന്നൊരു ചൊല്ലുണ്ട്. എത്ര യാഥാർത്ഥ്യം അല്ലേ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഇടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് 3.5 വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷയിൽ അനേകർക്ക് പാപമോചനമാണ് കൊടുത്തത്. അല്ലെങ്കിൽ അങ്ങനെ പാപമോചനം പ്രാപിച്ച ഒരു കൂട്ടം ജനം കർത്താവിനെ അനുഗമിച്ചു. അല്ലേരിയ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയാതിരുന്ന അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷരും സാധുക്യരും ഒക്കെ യേശുവിനെ ക്രൂശിച്ചു. അല്ലേലിയ യേശുവിനെ ക്രൂശിച്ചിട്ട് കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ ശ്രമിച്ചു. അങ്ങനെ യേശുവിനെ അവർ ഗോൽഗോത്തയിൽ കാൽവറിയിൽ ക്രൂശിച്ച് കല്ലറയിൽ കൊണ്ടൊതുക്കി പടയാളികളെ കാവൽ നിർത്തി റോമൻ മുദ്രയൊക്കെ വെച്ച് കാവൽ ചെയ്തുവെങ്കിലും അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങുന്നവനല്ല യേശു. കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തിന്നിട്ട് മഗ്ദലക്കാരത്തെ മറിയിക്കും എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്കും 11 500-ലധികം പേർക്ക് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായെന്ന്. ഉയരത്തിലേക്ക് കരയേറിപ്പോയി പിതാവിന്റെ വലത്തുമാർഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥയിരിക്കുന്ന ദൈവം പറഞ്ഞതിന്റെ കാരണം, യേശു ക്രൂശിച്ചൊരിയപ്പെട്ട രക്തം, ആ രക്തത്താൽ നീ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചവളാണെങ്കിൽ നീ സമാധാനമുള്ളവനായിരിക്കും. നീ ശുദ്ധീകരണം പ്രാപിക്കാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്തത്. അല്ലേരിയ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സമാധാനമില്ലെങ്കിൽ ശുദ്ധീകരണമില്ല. ഏതെങ്കിലും മദ്യപാനിയുടെ വീട്ടിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വീട്ടിൽ സമാധാനമുണ്ടോ? ഏതെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ വീട്ടിൽ സമാധാനമുണ്ടോ? അയൽവാസികൾ തമ്മിൽ സമാധാനം ആചരിക്കാൻ കഴിയുന്നുണ്ടോ? അധികാരികളോട് നമുക്ക് സമാധാനം ആചരിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ കാലങ്ങളിൽ അധികാരി ക്രമസമാധാനം പലരംഗത്ത് നിൽക്കുന്ന പോലീസും ജനങ്ങളും അവരിൽ സമാധാനം ആചരിക്കുന്നുണ്ടോ? 2 കൂട്ടർക്ക് സമാധാനമില്ല. ജുഡീഷ്യൽ മേഖലയെ നോക്കിയാട്ട്, എല്ലാ മേഖലയും ഒരു വല്ലാത്ത രാഷ്ട്രീയക്കാരെ നോക്കിയാട്ട്, മത നേതാക്കന്മാരെ നോക്കിയാട്ട്, അപാലവൃത്തം ജനങ്ങളെ നോക്കിയാലും സമാധാനമില്ല. ഇതൊക്കെ ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ജനനത്തിന് മുമ്പേ, ഞാൻ നിങ്ങൾക്ക് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ, യേശു വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലൻ, അല്ലേലിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലേക്ക് കൂടെ ദൈവാത്മാവ് എഴുതിയതാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ എബ്രായ വിശ്വാസികൾ പറയുക. അല്ലേലിയ സ്തോത്രം. അല്ലേലിയ ഒരു സഹോദരൻ ഇവിടെ വന്നപ്പോൾ പൗലോസിനെ സാത്താനെ വിളിച്ചെന്ന് പറഞ്ഞു. അല്ലേലിയ പൗലോസിനെ ദമസ്കോസ് പടിക്കൽ വെച്ച് സന്ദർശിച്ചത് സാത്താനാ. അല്ലേലിയ സാത്താൻ പറഞ്ഞത് കൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതി ഒരുത്തിനിവിടെ ഒന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയില്ലെന്നുള്ളത്. വീട്ടിൽ കയറി വന്നതിനെ അടിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മള് ശാന്തമായ രീതിയിൽ പറഞ്ഞ ഒഴിവാക്കി. അല്ലേലിയ അങ്ങനെയുള്ള നീചന്മാരും ക്രൂരന്മാരും നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരടക്കമുള്ള അനവധി ആളുകൾ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും കേരളത്തെയും ഭാരതത്തെയും ലോകരാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. അല്ലേരിയ അതുകൊണ്ട് ഇവിടെ സമാധാനമില്ല. കേരളത്തിൽ എവിടെയാണ് സമാധാനമുള്ളത്? അല്ലേരിയ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിനകത്ത് എവിടെ സമാധാനമുണ്ട്? ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ പരിശോധിച്ച് എവിടെയാണ് സമാധാനം? യുദ്ധക്കൊതിയന്മാര്, യുദ്ധതന്ത്രജ്ഞന്മാര്, എന്ത് കാര്യം, യുദ്ധതന്ത്രജ്ഞന്മാര്, യുദ്ധക്കൊതിയന്മാര്, എന്തെല്ലാം പേരുകളല്ലേ. നിനക്കൊന്നും സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല.
വേദപുസ്തകം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ അല്ലേ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, നീ ശുദ്ധീകരണം പ്രാപിക്കണം കേട്ടോ. ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ശുദ്ധീകരണമാണ്. ദൈവം നമ്മെ അശുദ്ധിക്കേണ്ട ശുദ്ധീകരണം വിശുദ്ധിക്ക് അത്രയും വിളിച്ചത്. അല്ലേ? അതുകൊണ്ട് നീ അശുദ്ധിയിലേക്ക് പോകരുത്. ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളുവാനല്ല നിന്നെ ദൈവം വിളിച്ചത്. അല്ല, ഈ പന്നികളെ കണ്ടിട്ടില്ലേ? പന്നി എത്ര കുളിപ്പിച്ച് സോപ്പിട്ട് കുളിപ്പിച്ച് നല്ല തോർത്തിയെടുത്ത് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് അതിനെ അങ്ങോട്ട് വിട്ടാൽ അതെവിടെ പോകും? പഴയതുപോലെ ചെളിക്കുണ്ടിലേക്ക് പോകും. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവതി യുവാക്കന്മാരുടെ, നിനക്ക് സമാധാനം നിന്റെ ഹൃദയത്തിൽ എപ്പോൾ ഉണ്ടാകുന്നോ, സഹോദര, നിന്റെ ഹൃദയത്തിൽ എപ്പോൾ സമാധാനം ഉണ്ടാകുന്നു, ആ സമയം തൊട്ട് ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിനകത്ത് സകല കല്ലും ചില്ലും കുപ്പിച്ചില്ലും ഹല്ലേലൂയ എല്ലാ കുറ്റി നീ പെറുക്കിയെടുത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഹൃദയം എന്നൊക്കെ പറയുന്നത് വലിയൊരു വനം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്രായം തൊട്ട് കേട്ടത് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന പ്രായത്തിൽ വരെയുള്ള നിങ്ങൾ കേട്ടതെല്ലാം ചെറിയ ചെറിയ കെട്ടുകളായിട്ട് ചുരുട്ടി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുക. വനത്തിനകത്ത് പൊട്ടയാണരി തൊട്ട് മരപ്പാമ്പ് വരെ എല്ലാ വന്യമൃഗങ്ങളെ പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ പലതും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് സമാധാനം ആചരിക്കാൻ കഴിയത്തില്ല. സമാധാനമില്ലാത്ത സഹോദര സഹോദരി, നീ എത്ര പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും, നീ എത്ര പള്ളിയിൽ പോയാലും, എത്ര സഹായത്തിന് പോയാലും, എന്തെല്ലാം നേർച്ച കാഴ്ചകൾ നടത്തിയാലും, എന്തെല്ലാം ദാനധർമ്മം ചെയ്താലും, അല്ലെങ്കിൽ നീ എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്താലും, മലകൾ കയറി ഇറങ്ങിയാലും, തീർത്ഥാടനത്തിൽ പോയാലും, നീ ഏത് പുണ്യ നദിയിൽ പോയി കുളിച്ച് കയറിയാലും, നിനക്ക് മറ്റുള്ളവരുടെ സമാധാനം ആചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ സാത്താനല്ല വസിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി വർക്കുകൾ കൊണ്ടും ഒക്കെ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ നോക്കരുത്. ആ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതെല്ലാം ചെയ്യണം. അത് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. പക്ഷേ നിന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണം. ആരെയും പഴിചാരാതെ, ആരെയും കുറ്റം ചാരാതെ, ആർക്കുമെതിരെ നീ ദോഷം പറയാതെ, ആരെയും വിധിക്കാതെ, ആരും ഒന്ന് അപകരിച്ചെടുക്കാതെ, പിടിച്ചു പറിക്കാതെ, മോഷ്ടിക്കാതെ, സ്ഥാനമാനം ഭോഗിയായി മാറാതെ, തമ്മിൽ കലഹമുണ്ടാക്കാതെ, കലാപമുണ്ടാക്കാതെ, പാപം മഹാവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന നിന്നിലൂടെ ദേശത്തെ പ്രയാസങ്ങൾ നീ സൃഷ്ടിച്ചെടുക്കാതെ, നിന്റെ കുടുംബത്തിനകത്ത് നീ ആയിരിക്കുന്ന മേഖലയിൽ സമാധാനം ഉണ്ടാക്കണമെന്ന്. എല്ലാവരുടെ സമാധാനം ആചരിക്കണം. പെരുന്നാൾ ആചരിക്കുക, ഉത്സവം ആചരിക്കുക. അല്ലെ? ആ കുട്ടികളുടെ മാമോദീസ ആചരണം. അല്ലെ? ബർത്ത്ഡേ ആചരണം. അല്ലെ? വിവാഹ ആനിവേഴ്സറി. അല്ലെ? വിവാഹ വാർഷിക ആഘോഷം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് ആചരിക്കാറില്ലേ? അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ പലതും ആചരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. സ്വാഭാവികം. നിങ്ങളൊന്ന് ചിന്തിച്ചു, എല്ലാം നിങ്ങൾ ആചരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആചരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ആചരിക്കുന്നുണ്ട് നിങ്ങൾ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച്, നീ സമാധാനം നിന്റെ ഹൃദയത്തിൽ ആചരിച്ച് അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ നീ പിന്നെ എന്തിനെ ആചരിച്ചാലും അത് വെറും സാത്താനികമാണ്, പ്രഹസനമാണ് കേട്ടോ. ഒരു മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കാണാത്ത വിധം അത് ചുവരായി നിൽക്കും. നിങ്ങളുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും, ഞങ്ങൾ ദൈവത്തെ കണ്ടു, വലിയ പ്രകാശം കണ്ടു, വലിയ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയും. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യം പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട് പമ്പച്ചൻ ബ്രദറെ. ഞാൻ എങ്ങനെയാ കണ്ടത്? ഞാൻ ഈ കത്തോലിക്ക കുടുംബത്തെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഞാൻ അതിന് മുമ്പ് യേശുവിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ സൗകര്യം പറയുക വെറുതെ ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോണ്ട് സാദൃശ്യമുള്ളവനായി, കാല് ഉയരിട്ട് ചുറ്റുവഴിപ്പിച്ചതുപോലെ തിരുവെള്ളത്തിൽ ഇരച്ചിപ്പോലെ എന്റെ മുറിയിൽ വന്നു, ഞാൻ കണ്ടു, എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഓർത്ത് ശരിയായിരിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. ശരിയായിരിക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറയാണ്, എന്റെ മൂത്ത മകൻ ശരിയല്ല.
അല്ലേ? അവളുടെ ഭാര്യ ശരിയല്ല, അതുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം നിൽക്കണം മാമൻ നമ്മുടെ കർത്താവിനെ ദർശനത്തിൽ കണ്ട് മാനത്ത് വേർകച്ച കെട്ടി വെള്ളോട്ട് സാധിച്ചുള്ള കാല് ഒരിട്ട് ചുട്ട് ഒഴിപ്പിച്ച് പെരുവെള്ളത്തിൽ എരിച്ച പോലെയുള്ള യേശുവിനെ ദർശനം കണ്ട സഹോദരിക്കും മരുമകളോടും മകനോടും സമാധാനം ആചരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ദർശനം കാണുന്ന അനവധി അല്ലെങ്കിൽ പാപത്തിന്റെ ദർശനം കാണുന്ന, മോഹാലിസ്യപ്പെട്ടിട്ട് ചില ദർശനം കാണുന്നവരുണ്ട്. അവരെ കുറിച്ചൊന്നും അല്ല ഈ പറയുന്നത് കേട്ടോ. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലേ? നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അല്ലേ? അതുകൊണ്ട് നിനക്ക് സമാധാനം ആചരിക്കാൻ കഴിയും. ചിലർക്ക് ഈ കഞ്ചാവടിച്ച് കള്ളടിച്ച് എന്ന് വേണ്ട സകല ദുഷ്പ്രവർത്തനം ചെയ്തിട്ട് അവന്റെ മുഖത്ത് നോക്കിയ ചില പിശാചിന്റെ മുഖത്ത് നോക്കുന്നവരാ. ഞാനൊക്കെ പണ്ട് പറയാൻ, എടാ നിന്റെ മുഖം ഈനാൻ പേച്ചിയുടെ മുഖം പോലെയാണല്ലോ ഇരിക്കുന്നത്. ഞാനൊരു പെൺകുട്ടിയോട് പറയും, നിന്റെ മുഖം ഈനാൻ പേച്ചിയുടെ മുഖം പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എന്നോട് ചടം നീ അങ്ങനെ വന്നു, നിന്റെ മുഖത്ത് നീ കണ്ണാടിയെടുത്ത് നോക്കി ഈനാൻ പേച്ചിയെ പോലെ ഇരിക്കുന്നു. ചിലരൊക്കെ അങ്ങനെ വീട്ടിലൊക്കെ ചില സഹോദരിമാരുടെ മുഖം എന്ന് പറയുന്നത്, ചില സഹോദരന്മാരുടെ മുഖം ഈനാൻ പേച്ചിയുടെ മുഖം പോലാണ്. ചില മത നേതാക്കന്മാരുടെ മുഖം നോക്കിയാൽ ഈനാൻ പേച്ചി, രാഷ്ട്രീയ നേതാക്കന്മാർ നോക്കിയാൽ ഈനാൻ പേച്ചിയുടെ മുഖം പോലെ. നീ മാനസാന്തരപ്പെട്ട ശ്രോതായി. എനിക്കിതൊക്കെ വിളിച്ചു പറഞ്ഞതിന് മടിയൊന്നുമില്ല. കാരണം ഞാൻ പണ്ട് ഇതേപോലെയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. പക്ഷെ ദൈവം എനിക്ക് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ എനിക്കൊരു കൃപ തന്നപ്പം ഞാൻ ആ ദൈവകൃപ നിലത്തിട്ട് ചവിട്ടി വിധിക്കാതെ, എനിക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവിനെ വീണ്ടും ക്രൂശിക്കാതെ, അവന് ലോകോപവാദം വരുത്താതെ, എന്റെ മേൽ പകതിരെ കൃപയ്ക്കകത്ത് നിന്ന് എന്നാലാവോളും, ഗുണതയെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാലാവോളും എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഉത്സാഹിക്കുക. അതാണ് എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണപ്പെടാൻ ഉത്സാഹിപ്പാനാ പറയുന്നത്. അപ്പൊ നീ ആ അനുഭവത്തിലേക്ക് വരണം. നല്ല കർത്താവായ യേശുവിന്റെ വചനം വായിക്കും പറയുന്നതാണ്, യേശു തന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ പ്രബോധനം കൊടുക്കുമ്പോൾ അവരെ ഉപദേശിക്കും പറഞ്ഞൊരു വാക്കുകളുണ്ട്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം, അല്ലെങ്കിൽ നമുക്കറിയാം മത്തായി 5, 6, 7 അധ്യായങ്ങൾ യേശുവിന്റെ ഗിരിപ്രഭാഷണമാണ്. അല്ലെങ്കിൽ മത്തായി 5-ാം അധ്യായം അല്ലെങ്കിൽ 8-ാമത്തെ വാക്യം പറയുന്നത്, അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന. അല്ലേ? അപ്പൊ ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ഹൃദയശുദ്ധി ഇല്ലാത്തവർക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഹൃദയശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് സാത്താനെ കണ്ടെന്നാ പറയുന്നത്. ഹൃദയശുദ്ധി ഉണ്ടാകണം. യേശു പറഞ്ഞ വചനമാണ്, ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്ന്. അല്ലേ? എന്താണ് ഹൃദയശുദ്ധി എന്നൊക്കെ പറയുന്നത്? സ്വരം അനാവശ്യമായ ചിന്തകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മോഹങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൈപ്പുള്ള വേരും ഇടർച്ചകളും പക്ഷപാതങ്ങളും ഭിന്നതകളും അസൂയയും എല്ലാം കൂടി നീക്കിക്കളയണം. അല്ലേ? അപ്പൊ ഈ കൈപ്പുള്ളതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഹൃദയം എന്ന് പറയുന്ന ആ വിശുദ്ധ തരമുണ്ടല്ലോ. എല്ലാവരുടെയും ഹൃദയം ദൈവം വിശുദ്ധമായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ അശുദ്ധി കയറിപ്പോയി, അതുകൊണ്ട് സമാധാനം ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സമാധാനം ഉണ്ടാകണം. ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ സത്യം കർത്താൻ ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന സഹോദരന്റെ ഭാര്യയോട് നിനക്ക് സമാധാനം ആചരിച്ച് സമാധാനത്തിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവിനോട് നിനക്ക് സമാധാനത്തിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് പിശാച വസിക്കുന്നത്. നിന്റെ ഭർത്താവിനോട് നീ കടിച്ചു കീർന്നവൾ സംസാരിക്കുന്നെങ്കിൽ, ഭാര്യയോട് ഭർത്താവ് കടിച്ചു കീറി സംസാരിക്കും, മക്കള് അപ്പനമ്മമാരോട് സഭാ നേതാക്കന്മാരുടെ അധികാരികൾ കടിച്ചു കീറിയാണ് സംസാരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന പിശാചാണ്. പ്രൈസറോ. അതുകൊണ്ടാണ് ദൈവാത്മാവുന്നത് എല്ലാവരോടും സമാധാനം ആചരിക്കണം. നമ്മൾ ആ അനുഭവത്തിലേക്ക് വന്ന ദൈവം നമ്മെ മാനിക്കുന്നേ. നമ്മൾ ആ അനുഭവത്തിലേക്ക് വരണം. അല്ലേ? ചിലർ സമാധാനമില്ലാതെ പോയി കള്ളു പിടിക്കും. അല്ലേ? സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കാണുന്ന മരുന്നാണ്, മറുമരുന്നാണ്. കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ലഹരി അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷപ്പുകൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വലിച്ചൂരി സമാധാനം. അതൊക്കെ താൽക്കാലിക സഹോദര. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് പണമില്ലെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും പേരും പുകഴ്ചയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒന്നുമില്ലെങ്കിലും പാരമ്പര്യങ്ങളൊന്നും നിനക്ക് എടുത്ത് പറയാനില്ലെങ്കിലും നിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ നീ ആ ഭാഗ്യവാൻ കേട്ടോ. അതിന്റെ സമാധാനത്തിന്റെ ഉള്ളിൽ വേണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം തീർച്ചയായും ദൈവത്തെ നിനക്ക് കാണാൻ കഴിയണമെങ്കിൽ സമാധാനം. അല്ലേലിയ. നമുക്കറിയാം, സ്തോത്രം. വലിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കല്യാണശാലയിലേക്ക് പ്രവേശിക്കുവാൻ കല്യാണ വസ്ത്രം വളരെ ആവശ്യമായിരുന്നു. കർത്താവായ യേശുവിന്റെ കാലഘട്ടത്തിൽ കല്യാണശാലയ്ക്ക് കല്യാണ വസ്ത്രം വളരെ ആവശ്യമാണ്. അല്ലേലിയ.
സ്വനീതിയാകുന്ന കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് രാജാവിന്റെ വിരുന്നിന് പങ്കെടുക്കുവാൻ സാധ്യമല്ല. നമ്മുടെ സ്വന്തം നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അന്ന് രാജാവിന്റെ കല്യാണത്തിന് രാജാവിന്റെ വീട്ടിൽ കല്യാണം പങ്കെടുക്കാൻ സാധ്യമല്ല. അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വിശുദ്ധിയുടെ വസ്ത്രവും സ്തുതിയുടെ വസ്ത്രവും രക്ഷയുടെ വസ്ത്രവും ആവശ്യമാണ്. സ്വർഗരാജ്യത്തിന് പ്രവേശിക്കാൻ എന്ത് വേണം? സ്തുതിയുടെ വസ്ത്രം, അല്ലെങ്കിൽ രക്ഷയുടെ വസ്ത്രം, അല്ലെങ്കിൽ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചു നിൽക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നു, ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നു, ഏത് കുലത്തിൽപ്പെട്ടവനായിരുന്നു, ഏത് പാരമ്പര്യത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നാലും, നിങ്ങൾ ഏത് അധികാരിയായിരുന്നു, ഏത് ഉന്നതനായിരുന്നു, ഏത് രാജ്യത്തിന്റെ ഉന്നതനായിരുന്നാലും, അല്ലെങ്കിൽ ഏത് മതത്തിന്റെ ഉന്നതനായിരുന്നാലും, നിന്റെ ഉള്ളിൽ വിശുദ്ധിയുടെ വസ്ത്രവും സ്തുതിയുടെ വസ്ത്രവും രക്ഷയുടെ വസ്ത്രവും ധരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇവിടെ പണമുള്ളത് കൊണ്ട് നീ കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ഉള്ളിൽ വിശുദ്ധി ഇല്ലല്ലോ, സമാധാനം ഉണ്ടോ? സ്തോത്രം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. സൃഷ്ടിയുടെയും ആദാമിനെയും ഹൗവയും വിശുദ്ധമായ തേജസ് കൊണ്ട് മൂടി. ദൈവം സൃഷ്ടിച്ച ആദമെ ഹൗവയും തേജസ്സിന്റെ വസ്ത്രം അവർ ധരിച്ചിരുന്നു, തേജസ്സാലവെ നിറച്ചിരുന്നു. അവർ പാപം ചെയ്തപ്പോൾ, അവരുടെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചപ്പോൾ ദൈവത്തെ കാണാൻ കഴിയാതെ വണ്ണം തന്റെ ലജ്ജയോടെ അവർ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 30-2 വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ആദമിനെ ഹൗവയും ദൈവം തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് അവരെ ഏതത്തോട്ടത്തിലാക്കിയെങ്കിലും സാത്താൻ പാമ്പ് രൂപത്തിൽ വന്ന്, പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹൗവയെ കബളിപ്പിച്ച് പ്രലോഭനത്തിൽ നയക്കി അവളെ പ്രലോഭനത്തിൽ വീണ് അവളെ കൊണ്ട് പാപം ചെയ്യിച്ചു. ആ പാപം ഹൗവയിലൂടെ ആദമിലേക്ക് വന്നു. രണ്ടുപേരും പാപത്തിന് അധീനമായ ശരീരത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട് പിന്നീട് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ ദൈവമുഖത്ത് കാണാൻ കഴിയാതെ ലജ്ജിതനായ മരങ്ങൾക്കിടയിൽ ഒളിച്ചു എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വർണം ഒളിച്ചു. വേദോത്സവം നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെയും മറച്ചിരിക്കുന്നതെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2 കാണാൻ കഴിയും. ഹല്ലേലൂയ. സോദരൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കിയത്. ആകയാൽ വിശുദ്ധിയെ നിങ്ങളുടെ ജീവിതത്തിൽ അഭ്യാസപ്പെടുത്തണം. ഹല്ലേലൂയ. മനുഷ്യൻ ഒരുപാട് അഭ്യാസം പഠിച്ചിട്ടുണ്ട്. ചിലവർ ഞങ്ങൾ 18 അടവും പഠിച്ചിട്ടുണ്ട്. 18 അടവും ഞാൻ എടുക്കൂടാ എന്നൊക്കെ പറയും. 18 അടവും 19ാമത്തെ അടവ് അടവുകൾ പറയുന്ന അനുഭൂതി കപട വിശ്വാസികളുണ്ട്. അടവുകൾ പറയുന്ന കപടവേലക്കാർ, അടവുകൾ പറയുന്ന കാപട്യമുള്ള മനുഷ്യർ. എന്നെ കേൾക്കുന്ന സ്ത്രീ, നീ പല അടവുകളും പഠിച്ചിട്ടുണ്ട്. വിശുദ്ധിയുടെ അടവ് നിന്റെ ഹൃദയത്തിനകത്ത്, വിശുദ്ധിയുടെ അടവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവമായിട്ട് അകന്നു പോകാതെ ആദമിനും ഹൗവയ്ക്കും തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടവും ലജ്ജിതമായി മരങ്ങൾക്കിടയിൽ ഒളിച്ചതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നീ ദൈവത്തെ നോക്കാൻ കഴിയും. ദൈവമുഖത്തേക്ക് ഒരു ദൈവമുഖം ദർശിക്കാൻ കഴിയാതെ നീ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു, സ്തുതിയുടെ വസ്ത്രം നഷ്ടപ്പെട്ട്, വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ട് നീ ഇന്നും ആദവും മരങ്ങൾക്കിടയിൽ ഒളിച്ചതുപോലെ നീ ഒളിച്ചു നടക്കുകയല്ലേ? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കേരളത്തിലെ 3.25 കോടി ജനങ്ങളോട്, കെബിയിലെ 145 കോടിയിലധികം ജനത്തോട്, ലോകരാജ്യം 800 കോടി ജനത്തോട് പറയട്ടെ, എണ്ണത്തിൽ പെടാത്ത തലമുറയോട് പറയട്ടെ, സകല സ്ഥാനമാന അധികാരികളും രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരോടും സകല സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗത്തുള്ള സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ള സകല ക്രമസമാധാന പേരിലിരിക്കുന്നവരും എല്ലാം ഉന്നതാധികാരം ദൈവ നിർമ്മാണ രംഗത്ത് ആമിനായിരിക്കുന്ന കരസേന, വ്യോമ, നാവികസേന, ഏത് ഉന്നത പദവി നീ ഇരുന്നാലും നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് നിന്റെ ഹൃദയത്തിനകത്തെ അകത്യങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം. ഹല്ലേലൂയ. സമാധാനം ആചരിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. രാജ്യത്തിന് പലതും ആചരിക്കാനുണ്ട്, രാഷ്ട്രങ്ങൾക്ക് പലതും ആചരിക്കാനുണ്ട്. എന്നാൽ ഏതെങ്കിലും രാജ്യ സമാധാന ആചരണം എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫാദേഴ്സിനും മദേഴ്സിനും എന്ന് പറഞ്ഞ് ഒരുപാട് ദിനങ്ങളുണ്ട്. ഏതെങ്കിലും കേരളമോ ഭാരതമോ ലോകരാജ്യമോ സമാധാന ദിനമെന്ന് കൊണ്ട് ആചരിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? സമാധാന ദിനം ആചരിക്കാൻ കഴിയില്ല. കാരണം മാത്രമാത്രം മനുഷ്യന്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി.
അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന സഹോദരൻ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുമ്പോൾ നിന്നിൽ വസിക്കുന്ന, നിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് നിന്നെ വിട്ട് മാറുമ്പോൾ നിന്റെ ജീവിതം നിത്യ നരകത്തിലേക്ക് പോകും കേട്ടോ. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഈ ഉലകത്തിലുള്ള സകല ജനങ്ങളും മാനസാന്തരപ്പെടണം. ഞാൻ അടക്കം മാനസാന്തരപ്പെടണം. എല്ലാവരോടും സമാധാനാചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അതുകൊണ്ട് കേൾക്കുന്ന മാതാപിതാക്കൾ ദൈവത്തിലേക്ക് മടങ്ങുക. നമുക്ക് വേദപുസ്തകം കാണാൻ നാലോക്ക്, നോഹ തുടങ്ങിയ ഭക്തന്മാർ ദൈവത്തോടു കൂടെ സഞ്ചരിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 5:24 ഉൽപ്പത്തി പുസ്തകം 6:9 കാണാൻ കഴിയും. നാലോക്കും നോഹയും ദൈവത്തോടു കൂടെ നടന്നു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് കരുതപ്പെട്ടുവെന്ന് യാക്കോബിന് ലേഖനം 2:23 കാണുന്നുണ്ട്. കർത്താവ് മോശയോട് സ്നേഹിതനെ പോലെ അഭിമുഖമായി സംസാരിച്ചുവെന്ന് പുറപ്പാട് പുസ്തകം 33:15 ഈ ഭാഗമൊന്നും വായിച്ചു പോകുന്ന സമയമില്ല. അപ്പൊ ഹാനോക്കും അല്ലേലൂയ സ്തോത്രം, നോഹയും അല്ലേലൂയ ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെ വിളിക്കപ്പെട്ടു. മോശയോട് ദൈവം ഒരു സ്നേഹിതനെ പോലെ അഭിമുഖമായി സംസാരിച്ചു. അല്ലേലൂയ. കാരണം അല്ലേലൂയ അവർ വിശുദ്ധിക്ക് വളരെ പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. അല്ലേലൂയ. വിശുദ്ധിക്ക് വളരെ പ്രഥമ സ്ഥാനം നൽകിയ ഹാനോക്കും നോഹയും അബ്രഹാമും അല്ലേലൂയ മോശയൊക്കെ അവരോട് ദൈവം സംസാരിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടാകണം. സമാധാനം നിനക്കുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ഭൂതാത്മാവാണ്. നിന്റെ ഉള്ളിൽ വസിക്കുന്നത് പിശാചിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഇന്ന് നീ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പാപത്തെ നീ ഇന്നും വെച്ച് താരാട്ട് പാടുന്നവരാണോ, താരാട്ട് പാടുന്നവളാണോ? ഇന്ന് നീ മടങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവിന്റെ സമയം കഴിയാൻ നിന്റെ കർത്താവ് തന്ന സമയം കഴിയാറായി. നമ്മുടെയൊക്കെ സമയം കഴിയാറായി കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ സമയം കഴിയുന്നതിന് മുമ്പേ നീ മാനസാന്തരപ്പെടണം കേട്ടോ ശ്രോതാവേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ അതിരാവിലെ ദൈവത്തെ സന്ദർശിക്കണം, അതിരാവിലെ അവനെ ദർശിക്കണം. മാറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നത് പോലെ നിങ്ങൾ നല്ല അംശം തെരഞ്ഞെടുത്ത് ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അനുദിന ജീവിതത്തിൽ സമാധാനം ആചരിക്കാനുള്ള ദൈവകൃപ നിങ്ങൾ പ്രാപിക്കണം. വല്ല കയ്പും ഉണ്ടാക്കി കയ്പുള്ള വേരും മുളച്ച് ദൈവകൃപ വിട്ട് നിങ്ങൾ ദോഷത്തിലേക്ക് പോകരുതെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞ വചനത്തൊക്കെ പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ദൈവരാജ്യത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതാണ് എബ്രായ ലേഖനം 12-14 വാക്യം വായിച്ചത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറിയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മല്ലപ്പെടുകയും ആരും തുറന്നടപ്പുകാരായി ജീവിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിൽ നൽകുന്ന ജീവിക്കാതെ ഇന്ന് പകൽ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് പകൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത് ബുദ്ധി ഉപദേശിച്ച് നിനക്ക് ദൂത്. ഇന്നുവരെ നീ സമാധാനാചരിക്കാൻ കഴിയാതെ നീ കലക്കമുണ്ടാക്കി വല്ല കൈപ്പിള്ള വേരും മുളച്ച് നീ പ്രശ്നക്കാരിയാണെങ്കിൽ ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ആ സമാധാനം ആചരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. പലതിനെയും ആചരിക്കുന്നുണ്ട്, എന്നാൽ സമാധാനം ആചരിക്കാനുള്ള ദൈവകൃപ എനിക്ക് നൽകണമേ. സമാധാനം നഷ്ടപ്പെട്ടു, ദൈവകൃപ നഷ്ടപ്പെട്ട, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു ആദ്യം നോക്കുകയും അങ്ങയുടെ ശബ്ദം കേട്ടും മരങ്ങൾക്കിടയിൽ ഒളിച്ചതുപോലെ ഞാൻ ഓടി ഒളിക്കാതെ അങ്ങയുടെ മുഖം കാണാനുള്ള കൃപ എനിക്ക് തരണം. എന്റെ കുടുംബത്തിന്റെ പാപശാപ രോഗവേദനകൾ, എന്റെ കുടുംബത്തിന്റെ അന്ധകാരത്തിന്റെ വ്യാപാര മട്ടങ്ങൾ, കുടുംബത്തിന് വ്യാപരിക സാത്താന്റെ കൂലികൾ, എന്റെ കുടുംബത്തെ തലമുറയെ നശിപ്പിക്കുന്ന വൈശാല്യ മണ്ഡലങ്ങളിൽ നിന്ന് ഞാൻ വിടുതലും നിങ്ങളുടെ കുടുംബത്തൊട്ട് ഞങ്ങൾക്ക് എല്ലാവരും സമാധാനാചരിക്കാൻ കൃപ നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ദൈവത്തെ കെട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോകരാജ്യങ്ങളുടെ 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മതനേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാ ജനത്തെയും ആപാലവർത്ത ജനങ്ങളെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ജനങ്ങൾ സമാധാനമായി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരിപ്പാൻ, സമാധാനം ഉണ്ടാക്കുന്നവരെ തീരുവാൻ ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കാനായി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ പേര് ദൈവനീതി വെളിപ്പെടണമേ. ലോകോപാടുള്ള ജനജീവികൾ ഓർക്കുന്നു, ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ. ആരും കലക്കമുണ്ടാക്കാതെ കൈക്കുള്ള വേര് മുളയ്ക്കാതെ സമാധാനത്തോടെ ജീവിപ്പാൻ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.